ആപ്കി അദാലത്തിൽ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തനിക്ക് തന്നെ അഭിനിവേശമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. മാൻ സാർ, ഇപ്പോഴെല്ലാം ഞാനും ശ്രദ്ധിക്കാറുണ്ട്. താങ്കൾ താങ്കളെ തന്നെ ഇപ്പോൾ രസിക്കുന്നു. താങ്കൾ സ്വയം കണ്ണാടിയിൽ നോക്കി പറയുന്നു, മാൻ സാർ, നിന്നെ പോലെ സൗന്ദര്യമുള്ള മറ്റൊരു വ്യക്തിയില്ല. ഞാൻ ആ കാര്യം പാർലമെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണാടിന് മുമ്പിൽ നിന്നിട്ട് ഞാൻ എന്നെ തന്നെ പ്രശംസിക്കും. മൻസാബ്, അടിപൊളിയാടാ നീ. പുറത്തുള്ള ആൾക്കാർ നിന്നെ ബഹുമാനിക്കണം, ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ചാ നീ ആദ്യം നിന്നെ സ്വയം ബഹുമാനിക്കണം. രജത് സർ, ഇവിടെ ഒരുപാട് യുവതലമുറകളുണ്ട്. ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു മുട്ടയാണെങ്കിൽ അത് എന്നായാലും പൊട്ടിയിരിക്കും. ഏതെങ്കിലും ഒരു രീതിയിൽ ആ മുട്ട പൊട്ടിയേ തീരൂ. പക്ഷേ പുറത്തെ ഫോഴ്സ് കാരണമാണ് ആ മുട്ട പൊട്ടുന്നുണ്ടെങ്കിൽ ആ അകത്തുള്ള ജീവൻ ഇല്ലാതെയാകും. അത് സ്വയം പൊട്ടിയാണ് പുറത്തു വരുന്നതെങ്കിൽ അതിന്റെ ജീവിതം മനോഹരമായിരിക്കും. നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങളാണ് പറയേണ്ടത്. അല്ലാതെ പുറത്തുള്ള ആൾക്കാരല്ല വന്ന് പറയേണ്ടത് നീ ഇങ്ങനെ ചെയ്യണം, നീ അങ്ങനെ ചെയ്യണമെന്ന്. നിനക്കിത് ശരിയാവില്ല, നിനക്ക് അതായിരിക്കും കറക്റ്റ്. നിന്നെ അനലൈസ് ചെയ്യാൻ നീയാണ് ബെസ്റ്റ് ജഡ്ജ്. നിന്നെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യേണ്ടതും നീ തന്നെയായിരിക്കണം. താങ്കളുടെ ജഡ്ജി നവജോത് സിംഗ് സിദ്ധു അല്ലേ? അതെ. സിദ്ധു സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മഞ്ഞ തലക്കെട്ട് കെട്ടിയ ഭഗത് സിംഗ് ആവുമോ എന്ന്. ഭഗത് സിംഗ് രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത വ്യക്തിയാണ്. ഭഗവന്ത് സിംഗ് പഞ്ചാബിനെ മോശം അവസ്ഥയിൽ എത്തിച്ചു എന്നും. അതിന് ഞാൻ ഭഗത് സിംഗ് ആയെന്ന് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് മുന്നിൽ ഞാൻ ഒന്നുമല്ല. അതേ 23-ാം വയസ്സിൽ നാടിനു വേണ്ടി ജീവൻ തന്നെ ത്യാഗം ചെയ്തതാ. ശരിയല്ലേ? നമ്മൾ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, ഒരു തെറ്റുമില്ല. അവരുടെയൊക്കെ സ്വപ്ന ഭാരതം എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ ആകണം എന്ന്. ഭഗത് സിംഗിന് ഈ ഒരു കാര്യത്തിൽ ടെൻഷനേ ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. സ്വാതന്ത്ര്യം കിട്ടുന്ന നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ നാട് ആരുടെ കൈകളിലായിരിക്കുമെന്ന്. അദ്ദേഹത്തിന്റെ ടെൻഷനിലും കാര്യമുണ്ടല്ലോ. ഇന്ന് 75 വർഷങ്ങൾക്ക് ശേഷം വിദേശത്ത് ഓടിക്കൊണ്ടിരിക്കുക. വെള്ളക്കാരെയൊക്കെ വരട്ടാൻ ഭഗത് സിംഗിനെ പോലെ ആളുകളും ഉത്തം സിംഗിനെ പോലെ ആളുകളൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? കർത്താർ സിംഗ് സറാബ, രാജ്ഗുരു, സുഖ്ദേവ്, നമ്മളെപ്പോലെ യൂത്ത്സ് ആയിരുന്നു ഇവര്. സ്വാതന്ത്ര്യം കിട്ടാൻ ആത്മഹത്യ ചെയ്ത വ്യക്തികൾ ഇവരൊക്കെ. പക്ഷെ ഇന്നോ 30-40 ലക്ഷങ്ങളാണ് ട്രാവൽ ഏജൻസിക്ക് കൊടുക്കുന്നത്. വലിയ ക്യൂ തന്നെ നിൽക്കുകയാണ് സായിപ്പന്മാരെ കാണാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? അതായത് ഭഗത് സിംഗിന്റെ ഡ്രീം ഓഫ് ഫ്രീഡം, അതായത് ഈ മഞ്ഞ കളർ ടർപ്പൺ ഇട്ടിട്ട് ഞാൻ പുറത്തേക്ക് എവിടെയെങ്കിലും പോവാണെങ്കിൽ അതിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഇനിയും എടുത്തു പറയണമെങ്കിൽ സിദ്ധു സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ വളരെ സീനിയേഴ്സ് ആണ്. ലാഫ്റ്റർ ചാലഞ്ചിൽ അദ്ദേഹമായിരുന്നു ജഡ്ജ്. ചില സമയമൊക്കെ എനിക്ക് തോന്നും, ഞാൻ എന്ത് കോമഡി പറയട്ടെ ഇദ്ദേഹം ഇങ്ങനെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നതെന്ന്. അദ്ദേഹത്തിന്റെ സ്റ്റൈൽ തന്നെ യുണീക്കാണ്. ഒരു തവണ കോൺഗ്രസിലായിരുന്നു, ഒരു തവണ BJP-യിലാണ്. അതുമാത്രമല്ല, ഒരു തവണ അകാലിദളിയിലുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, എല്ലാവർക്കും ഒരു കവിത പറയും. മോദിക്കൊരു കവിത പറയും, ആസാറാമിനൊരു കവിത പറയും, സോണിയക്ക് ഒരു കവിത പറയും, മൻമോഹൻ സിംഗിന് വേറെ ഒരു കവിത പറയും. ഒന്നുമല്ലെങ്കിലും, വളരെ നന്നായിട്ടല്ലെങ്കിലും ഞാൻ സാഹചര്യത്തിനനുസരിച്ചല്ലേ സംസാരിക്കുന്നത്. ചില സ്ഥലത്ത് ഞാൻ സംസാരിക്കാറില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ടോട്ടലി വേറെ. എന്ത് വേണമെങ്കിൽ. പക്ഷെ ഒരു പ്രാവശ്യം താങ്കൾ അദ്ദേഹത്തിന്റെ ഫാനാണ്, റോൾ മോഡലാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? അതെ, ഞാനൊരു ക്രിക്കറ്റ് ഫാനാണ്. അദ്ദേഹം ഓപ്പണറായിട്ട് വരുന്ന സമയം ഇപ്പോഴും ഞാൻ ഒരു ഫാൻ തന്നെയാ, സത്യമായിട്ടും. ശ്രീകാന്തിന്റെ ഒപ്പമാണ് വരാറ് ആസ് എ ഓപ്പണർ. ആ സമയത്ത് ഞാൻ ഒരുപാട് ക്രിക്കറ്റ് കാണുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഫാനാണ്. ഈ രീതിയിലൊന്നും ആക്ഷേപിക്കരുത്. പക്ഷേ എല്ലാവരും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കേജ്രിവാൾ അദ്ദേഹത്തെ പാർട്ടി ഫേസ് ആയിട്ട് നിലനിർത്താൻ ശ്രമിച്ചിരുന്നു എന്ന്. ഈ ഞാനും നമ്മുടെ കേജ്രിവാൾ സാറിൻ്റെ അടുത്ത് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. നവജോത് സിദ്ധു നമ്മുടെ പാർട്ടിയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് അദ്ദേഹത്തെ CM ആക്കണം നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്രയും എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധാരാളം അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഏത് പോസ്റ്റിംഗിൽ വേണമെങ്കിൽ ജോലി ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ ലക്ഷ്യം പഞ്ചാബിനെ രക്ഷിക്കണമെന്ന്. പഞ്ചാബിൽ കോൾ ടാക്സി, പഞ്ചാബിൽ പിന്നെ നമ്മുടെ ബ്രെയിനൊക്കെ ഡ്രെയിൻ ആവുകയാണ്. പിന്നെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സൊക്കെ കാനഡയിലേക്ക് ഓടി പോവല്ലേ. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും എൻ്റെ അധികാരത്തിൻ്റെ കസേല യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു എൻ്റെ നോട്ട് അങ്ങോട്ടേക്കാണെന്ന്. എന്ത് ചെയ്യാനാ? പഞ്ചാബിൽ ഒരു മാറ്റം ഏർപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതായിട്ട് താങ്കൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. സിദ്ധു സാർ പറയുന്നത് താങ്കൾ മാറ്റത്തിന് വേണ്ടിയല്ല വന്നതെന്ന്. 1.5 വർഷത്തിൽ ഇദ്ദേഹം ഒന്നും തന്നെ മാറ്റിയിട്ടില്ല. മാറ്റിയതാകെ തൻ്റെ ഭാര്യയെ മാത്രമാണെന്ന്.
ഇപ്പോ ഇതിൽ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന് കാര്യപ്രവർത്തനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. എന്റെ ജീവിതത്തിൽ രണ്ടാമതൊരു വിവാഹം നടന്നു. അത് പക്ഷെ ലീഗലായിട്ടാണ് കേട്ടോ നടന്നത്. ഗുരു ഗ്രാൻഡ് സാബ് ജീനെ ആ, അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ച് പൂജാമുറിയിലിരുത്തി ചടങ്ങോടെ തന്നെയാണ് നടന്നത്. ഇതിൽ ആർക്ക് എന്ത് പ്രശ്നമാണുള്ളത്? ഇതാണോ പഞ്ചാബിന്റെ എയിം? സിദ്ധു സാർ പറയാറില്ലേ, അതായത് ഞാൻ ഭാര്യനെ മാത്രമേ മാറ്റിയിട്ടുള്ളൂ, വേറെ ഒന്നും മാറ്റിയിട്ടില്ല എന്ന്. അങ്ങനെ പറഞ്ഞ സിദ്ധു സാർ ഒരു കാര്യം കൂടി ഓർമ്മ വെക്കണമായിരുന്നു. അദ്ദേഹത്തിനുള്ളതും രണ്ടാം അമ്മയാണ്. ആരാണോ അവനവന് വേണ്ടി സ്വയം കണ്ണാടി കൊട്ടാരം ഉണ്ടാക്കുന്നത്, അവൻ മറ്റുള്ളവരുടെ വീട്ടിൽ കല്ലെറിയരുത്. എൻ്റെ വൈഫ് ആക്ച്വലി ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരി MBBS കഴിഞ്ഞതാ. പക്ഷെ പുള്ളിക്കാരി ഇതുവരെ പോളിറ്റിക്സിലോ രാഷ്ട്രത്തിലൊന്നും വന്നിട്ടില്ല. പക്ഷെ ഒരുപാട് സോഷ്യൽ സർവീസും സോഷ്യൽ ആക്ടിവിസ്റ്റിലെ ഭാഗമാണ്. എന്തിനാണ് ആവശ്യമില്ലാതെ എല്ലാ പ്രശ്നത്തിനും പുള്ളിക്കാരുടെ പേര് വലിച്ചെറിയുന്നത്? ഇതൊക്കെ താഴ്ന്നായിരുന്ന പരിപാടി. ഇതൊന്നും ഒട്ടും നല്ലതിനല്ല. രാഷ്ട്രത്തിൽ ഒരിക്കലും പേഴ്സണൽ വെഞ്ചൻസ് കൊണ്ടുവരരുത്. ഞാൻ ഇത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഇതുപോലുള്ള കമന്റ് ഒന്നും പറയാൻ പാടില്ല. പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പറയരുത്. അല്ലല്ല, ഈ പിച്ചിലാണ് പുള്ളിക്കാരന്റെ കളിയെങ്കിൽ എനിക്കും ഒരു ഷോട്ടുണ്ട്. എന്നാണോ അദ്ദേഹം എന്റെ ഈ രണ്ടാം ഭാര്യനെ കുറിച്ച് പറഞ്ഞത്? അന്ന് അവിടെ ഇരുന്ന ഓഡിയൻസിന്റെ ഒരുപാട് പേർക്ക് രണ്ടാം ഭാര്യ മൂന്നാം ഭാര്യയും എന്തിന് രണ്ടാം അമ്മയും മൂന്നാം അമ്മ വരെ ഉണ്ട്. താങ്കൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പഞ്ചാബിലെ CM അല്ലേ ഞാൻ. ഇപ്പോൾ ബാദൽ കുടുംബത്തിന്റെ കൂടെയാണ് അദ്ദേഹം കൂടുതലും ഫൈറ്റ് ചെയ്യുന്നത്. മെജിറ്റിയ സാറും ഇപ്പൊ പറയുന്നുണ്ട് കെട്ടിപ്പിടിക്കാനുള്ള സമയം എത്തിയെന്ന്. അതെന്താന്ന് വെച്ചാ നമ്മുടെ സിദ്ധു സാറിനും മെജസ്റ്റിയ സാറിനും ഉണ്ടല്ലോ, ഇത് ഇങ്ങനെയാ. എപ്പോഴും പരസ്പരം കണ്ട പച്ച തെറിയാ സംസാരിക്കുന്നത്. രണ്ടുപേരും ഓപ്പോസിറ്റിൽ ഇലക്ഷനിൽ നിൽക്കും, രണ്ടുപേരും തോറ്റും പോകും. ആരാ ജയിച്ചത്? ജീവൻ ജ്യോത്ത് എന്നുള്ള ഒരു പെൺകുട്ടി. ആ കുട്ടി ഒരു NGO നടത്തുന്നുണ്ട്. അവസാനം പുള്ളിക്കാരിയിലെ ജയിച്ചത്. പിന്നെ ഇവന്മാർ രണ്ടുപേരും തോറ്റുപോയി. ചില ഫംഗ്ഷനിലൊക്കെ ഇവർ രണ്ടുപേരും കണ്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ ഭയങ്കര പ്രശംസയായിരിക്കും. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണുമ്പോഴാ ജനങ്ങൾ പറ്റിക്കപ്പെടുവാണെന്ന് ചിന്തിച്ചു പോകുന്നത്. എന്ത് ചെയ്യാനാ പറയൂ, ഇവരുടെ ഒക്കെ കൂടെ ഉള്ളത് കാരണം ഞങ്ങളുടെ സ്വന്തവും ബന്ധവും മുത്തശ്ശൻ മുത്തശ്ശിയെ എല്ലാരെയും ഞാൻ മിണ്ടില്ല ഈ ഭാഗത്താണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുക. പക്ഷെ ഈ ഭാഗത്തോ കാണുമ്പോഴൊക്കെ കെട്ടിപ്പിടിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നേരാൺമണ ചെയ്യണം. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയാറുണ്ട്, എതിർക്കാണെങ്കിൽ നല്ല അന്തസ്സായിട്ട് എതിർക്കണം, ചീറ്റ് ചെയ്യരുത്. കാരണം നാളെ അവൻ സുഹൃത്തായാൽ ഒരു നാണോ ഇല്ലാതെ കെട്ടിപ്പിടിക്കാൻ പറ്റണം. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ശരിക്കും ചമ്മലാണ് ഇപ്പോ. പക്ഷെ അവരുടെ രണ്ടുപേരുടെ സൗഹൃദം ഉണ്ടല്ലോ, അത് ഭഗവാൻ മാനിന് എതിരായിട്ടുള്ളതാണ്. ഏത് ഭാഷയാണോ സിദ്ധു സംസാരിക്കുന്നത് അതേ ഭാഷയാണ് ബാദലും സംസാരിക്കുന്നത്. സുബീർ ബാദൽ ഇപ്പോ റീസെന്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു, ഈ CM ഒരു ഭ്രാന്തനാണെന്ന്. ഓ, സത്യം എന്താ? ശരിക്കും സത്യം എന്താന്ന് വെച്ചാ നിങ്ങൾക്കറിയാലോ, പ്രകാശ് സിംഗ് ബാദൽ തോറ്റു, ശുക്ദേവ് ബാദൽ തോറ്റു, അദ്ദേഹത്തിന്റെ മരുമകൻ തോറ്റു, അളിയൻ തോറ്റു, അവരുടെ റിലേറ്റീവ്സ് ഒക്കെ തോറ്റു, പെങ്ങളുടെ മോൻ തോറ്റു, ക്യാപ്റ്റൻ അമർന്ദർ സിംഗ് തോറ്റു, ഷണ്ണി തോറ്റു, എല്ലാവരും തോറ്റു. ഇപ്പോ ഇവർക്കൊക്കെ ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. ഒരു അധ്യാപകയുടെ മകനാണല്ലോ CM ആയത്. അപ്പൊ അവര് 3.5 കോടി ജനങ്ങളെയും കുറ്റം പറയാണോ? അവരെന്തോ ഒരു പ്രാന്തനാണോ സെലക്ട് ചെയ്തിരിക്കുന്നത്? സുഖ്ബീർ ബാൾ എന്ത് ക്ലെവറായിട്ട് അറിയോ സംസാരിക്കുന്നത്? നമ്മുടെ സുഖ്ബീർ ബാൾ ഓപ്പൺ ആയിട്ട് സ്റ്റേജിൽ പറയാ, പ്രകാശ് സിംഗ് ബാദൽ കാലമായി, അദ്ദേഹം ഇപ്പം നമ്മുടെ ഒപ്പം ഇല്ല. അന്ന് സുഖ്ബീർ ബാദൽ പറയാണ്, ഒരു തവണയല്ല 2-3 തവണ പറഞ്ഞു അദ്ദേഹം, ഇവിടെ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന സർദാർ പ്രശാന്ത് സിംഗ് ബാദൽ ഇല്ലേ, അദ്ദേഹം എനിക്ക് അച്ഛന്റെ സ്ഥാനത്താണ്. അപ്പൊ ബാദൽ സാർ എഴുന്നേച്ച് പറയാടാ, ഞാൻ നിന്റെ അച്ഛൻ തന്നെയാണെന്ന്. അതൊരു അച്ഛൻ തന്നെയാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരെ കുറിച്ചൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയ വലിയ വലിയ സ്കൂളിൽ പഠിച്ചതത്ര. ഈ മൗണ്ടൈന്റെ മുകളിലുള്ള സ്കൂളില്ലേ, ഇവർക്കൊക്കെ 100-ന് അപ്പുറത്തെ എണ്ണാൻ അറിയില്ല, 100-ന് താഴെ എണ്ണ അറിയില്ല. ഇവരൊക്കെ 144 crore എണ്ണാൻ പറഞ്ഞാലേ ഇവര് പറയും 1 കോടി പിന്നെ 44 കോടിയെന്ന്. 100 അറിയാട്ടോ, പക്ഷെ അറിയാത്തത് 44ആ. അത് പറയാനും അറിയില്ല. ഇവരൊക്കെ ആണല്ലോ നല്ല ഹിൽ ടോപ്പ് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വന്നത്.
പഞ്ചാബിന്റെ കൾച്ചറിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. പിന്നെ തോന്നുന്നതൊക്കെ അങ്ങ് പറഞ്ഞു തള്ളുക. സിദ്ധു സാർ പറയുന്നത് താങ്കളെ മജ്നുമാൻ എന്ന് വിളിക്കുമെന്ന്. അത് നല്ല കാര്യല്ലേ? ആരാ സിദ്ധു സാർ? പറയൂ, സിദ്ധു സാർ ആരാണ്? ഫോറിനറാണോ? താങ്കൾ ഒന്നും തന്നെ വിട്ടുവെച്ചില്ലല്ലോ. ചോദിച്ചതിന് ഉത്തരം പറ. സിദ്ധു സാർ കോൺഗ്രസിലൊരു ഭാഗമാണോ? പറയൂ. അല്ല. പറയൂ, താങ്കളുടെ ആരാണ്? ജഡ്ജ്, താങ്കളുടെ ഗുരു, ഏ, താങ്കളുടെ റോൾ അതൊക്കെ അവിടെ മോഡൽ. നിൽക്കട്ടെ. തോറ്റുപോയ ഒരാള്. അദ്ദേഹത്തിന്റെ മറ്റൊരു പാർട്ട്ണർ സുബീർ ബാദൽ. അദ്ദേഹം ഡെപ്യൂട്ടി CM ആയിരുന്നു. ഒരു ഗവൺമെന്റ് റൺ ചെയ്ത വ്യക്തി. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ ഭഗവന്ത് മാൻ കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 7 ദിവസത്തേക്ക് പുറത്തേക്ക് വരില്ലെന്ന്. ഏകദേശം 12 കൊല്ലം ഇതന്നെ പറയുന്നു. ഭഗവത് മാൻ രാവും പകലും നോക്കാതെ ഏത് സമയം വെള്ളടിച്ച് പൂസായിരിക്കുമെന്ന്. സാറ് തന്നെ ഒരു കാര്യം പറയൂ. സാറിന് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടാവും, പെങ്ങന്മാരുണ്ടാവും, സിബ്ലിങ്സ് ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. 12 കൊല്ലമായിട്ട് കുടിക്കുന്നവൻ ഈ സമയത്ത് ജീവനോടെ ഉണ്ടാവോ? ഉണ്ടാവോ? ഇല്ലല്ലോ. പിന്നെന്താ എന്റെ ലിവർ മാത്രം എന്താ ഇരുമ്പിനുകൊണ്ടാണോ ഉണ്ടാക്കിയത്? എന്ത് പറയാനാ ഞാൻ? ഇവന്മാർക്കൊന്നും വേറെ ഒന്നും ആലോചിക്കാനില്ലാതെ തോന്നുന്നതൊക്കെ അങ്ങ് വിളിച്ചു കൂവുക. ഞാൻ രാവിലെ 6 മണിക്ക് എണീച്ച ഫസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യും. 70 കൊല്ലമായിട്ട് നടക്കാത്ത ഈ ജോലികളൊക്കെ ഞാൻ 1.5 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്തു. പഞ്ചാബിലെ 88% വീട്ടില് എല്ലാവർക്കും ഇലക്ട്രിസിറ്റി കിട്ടിയിട്ടുണ്ട്. അതിലത് ചുമ്മാ അത് പറയുന്നത് പോലെ അതിൽ ഒരു തരികിടയില്ല. നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കാം, പഞ്ചാബിൽ 600 യൂണിറ്റ് ഫ്രീ ആണ്. 2 മാസം കൂടുമ്പോഴേ കറണ്ട് ബില്ല് വരൂ. 600 യൂണിറ്റ്. നിങ്ങളുടെ വീട്ടിൽ 4-5 AC ഉണ്ടെങ്കിലും നിങ്ങളുടേത് 600 യൂണിറ്റ് കുറവാണെങ്കിൽ ഫ്രീ ആണ്. ബിക്കോസ് പഞ്ചാബില് ആവശ്യത്തിനധികം കറണ്ട് ഉണ്ട്. നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യാണ്. കാരണം ജാർഖണ്ഡില് പഞ്ചാബിന് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോൾ മൈൻ ഉണ്ട്. വർഷങ്ങളായിട്ട് അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ അത് ഓപ്പൺ ചെയ്തു. ദാ ഇപ്പൊ പാഡി സീസൺ വരാനായി. ഈ നാളെ മറ്റന്നാൾ തൊട്ട് തുടങ്ങും. 54 ദിവസത്തിനുള്ള ഉമ്മിക്കരി ഇപ്പം എൻ്റെ അടുത്തുണ്ട്. ഇത്രയും കാലം തെർമൽ പ്ലാന്റ് ആവശ്യമുള്ള ഉമ്മിക്കരി അവരുടെ അടുത്ത് ഉണ്ടായിട്ടില്ല. നമുക്ക് ന്യൂസ് മാത്രം കാണാൻ പറ്റും. 5 മണിക്കൂർ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുന്നു, 4 മണിക്കൂർ സേവ് ചെയ്യുന്നു. സാർ, ഇതൊക്കെ ചെയ്യാൻ ആദ്യം നിങ്ങൾക്കൊരു മനസ്സുണ്ടാവണം. അത് ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഒരു സ്റ്റാർ ആയിരുന്നതുകൊണ്ട് താങ്കൾക്ക് കയ്യടിയൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ വന്നാൽ വിമർശിക്കുകയും ചെയ്യുമല്ലോ. നിങ്ങൾ എന്നാണോ സിസ്റ്റം മാറ്റണം എന്നുള്ള ഒരു ടോക്ക് കൊണ്ടുവരുന്നത്, അതായത് ഒരു കോമൺ ഡിസ്കഷനായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവുമല്ലോ, അതായത് ലാഭങ്ങൾ, അതൊക്കെ ബൗൺസ് ബാക്ക് ആകും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? അതൊന്നും പറ്റില്ല എന്നൊക്കെ നിങ്ങൾ ചീത്ത പറയാൻ തുടങ്ങും സാർ. അവര് നന്നായിട്ട് നാണവും കെടുത്തും. പഴയ കാര്യങ്ങളൊക്കെ പറയും, അത് ഇതെന്നൊക്കെ. ഉദ്ദേശം വേറെ ഒന്നുമില്ല, ഇവൻ മിണ്ടാതിരിക്കണം, നമ്മൾ ലൈം ലൈറ്റിൽ വരണം എന്നും. ഈ സിസ്റ്റം തന്നെ എങ്ങനെയാ? ആദ്യമായിട്ട് വന്ന ട്രെയിൻ, പിന്നെ ആദ്യമായിട്ടുണ്ടായ ഫ്ലൈറ്റ് തമ്മിലുള്ള മത്സരം പോലെയത്. അതെങ്ങനെ ആകാശത്ത് പറക്കുന്നതെന്നൊക്കെ. അതെങ്ങനെ ട്രാക്കിലേക്കൂടെ പോകുന്നേ? നമ്മളെ 2 കാലുണ്ടല്ലോ നടക്കുന്നേ. ഇപ്പൊ ഇത്രമാത്രം സംസാരിക്കുന്നില്ലേ? ഇവരുടെ വീട്ടിലുള്ള മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിന്നാ ടിക്കറ്റ് വാങ്ങുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉണ്ടാവാറ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അപമാനവും നമ്മൾ സ്വീകരിക്കാൻ ശ്രമിക്കണം. അണ്ണാ സാർ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രത്തിൽ ഇതൊക്കെ വളരെ പതിവാണെന്ന്. ഇവിടെ ആരും അപ്രിഷ്യേറ്റ് ചെയ്യില്ല. ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരു സ്റ്റോറി പറയാം. ഒരു നാട്ടിലൊരാളുണ്ടായിരുന്നു. എന്തെടുത്താലും കുറ്റം മാത്രമേ പറയുള്ളൂ. എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്താഗതിയാ. തൊട്ടനും പിടിച്ചനും കംപ്ലൈന്റാ. അവന്റെ ഫ്രണ്ട്സ് അവനെക്കുറിച്ച് വളരെ അപ്സെറ്റ് ആയിരുന്നു. തൊട്ടനും പിടിച്ചനൊക്കെ ഇവന് നെഗറ്റീവ് അടിക്കണമെന്ന്. അവർക്കൊരു നായിനെ കിട്ടിയിരുന്നു. അതായത് ഫ്രണ്ട്സിന്. ആ നായ ഉണ്ടല്ലോ, വെള്ളത്തിൽ തന്നെ ഇങ്ങനെ നടക്കും. വളരെ കാഷ്വലായിട്ടാ നടക്കുന്നേ. അപ്പൊ അവരിറങ്ങി, ഇനി ഇത് കണ്ടിട്ട് അവൻ എന്ത് കുറ്റാ പറയുന്നതെന്ന് കാണണം. അവനെ വിളിച്ചു. അവൻ വന്നു, ദാ കാണാൻ പറഞ്ഞു. അവർ ഈ നായിനെ ഒരു അറ്റത്തുനിന്ന് വിട്ടു, സ്വിമ്മിംഗ് പൂളിൽ നിന്ന്. ആ ഡോഗ് അങ്ങനെ നടന്ന് സ്വിമ്മിംഗ് പൂളിന്റെ അപ്പുറത്തെ ഭാഗത്ത് ചെന്ന് ഓടിപ്പോയി. അവർ ചോദിച്ചു, ഇനി ഇതിനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളതെന്ന്. അപ്പൊ അവൻ പറഞ്ഞു, കറക്റ്റാ, നായിന് നീന്താൻ അറിയില്ലല്ലോ എന്ന്. ഇവരൊക്കെ ഈ കാറ്റഗറിയാ. അവനവന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അരവിന്ദ് കെജ്രിവാളിന് കുറ്റം പറയും, എന്നെ കുറ്റം പറഞ്ഞു. കുറ്റം പറഞ്ഞോളൂ, പട്ടിയാകുമ്പോ ചിലപ്പോ കുരച്ചെന്നൊക്കെ ഉണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്ത് ഞങ്ങൾ ജോലി നോക്കി പോകും. ഒരു പ്രാവശ്യം ഒരു മനോഹരമായ കവിത താങ്കൾ പറഞ്ഞു, ചർച്ചകൾ നടക്കുന്നു. അതെ, സംസാരിക്കാൻ തുടങ്ങിയെന്ന്. സംസാരിക്കാൻ തുടങ്ങി. 56 ഇഞ്ച് മാർബ് കാണിച്ചതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങി. ഇന്ത്യ ഡിജിറ്റൽ ആക്കിയതിനു ശേഷം സംസാരിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ വന്നതിന് ശേഷം ഇപ്പൊ ആ സംസാരമൊക്കെ എവിടെ പോയി? ഇനിയിപ്പോ അവരെന്ത് ചെയ്യും? കാരണം സംസാരിക്കാൻ ടോപ്പിക് ഉണ്ടായിട്ട് വേണ്ടേ?
ഹൃദയത്തിന് ശബ്ദം. മോഡിയുടെ ഹൃദയത്തിന്റെ ശബ്ദം ജനങ്ങൾ 2 തവണ കേട്ടതാണ്. അദ്ദേഹത്തിന് PM ആക്കിയില്ലേ? ജനങ്ങളുടെ അഭിപ്രായം കേൾക്കൂ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് പറയരുത്. ജനങ്ങളുടെ അഭിപ്രായം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിലിണ്ടർ ഇപ്പൊ കോസ്റ്റ്ലി ആണ്. സിലിണ്ടറിന്റെ വില കൂടി, ജോലി സാധ്യതകൾ കുറവായി. പക്ഷെ ഇവിടെയാണെങ്കിലോ എല്ലാം നല്ല സെയിൽസാ. ട്രെയിന്, എണ്ണ, നെയ്യ് എന്നൊക്കെ ഒരുപാട്. മാൻ സാർ, താങ്കൾക്ക് എപ്പോഴെല്ലാം സന്ദർഭം ലഭിക്കുന്നുവോ അപ്പോഴെല്ലാം താങ്കൾ വളരെ കൗശലമായിട്ടാണ് സംസാരിക്കുന്നത്. സ്പീക്കറിന്റെ ചേംബറിൽ വന്ന് എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാൽ താങ്കൾ കാർഡിന്റെ നിയമാവലി എടുത്ത് പറയാൻ തുടങ്ങിയെന്ന് കേട്ടു. നിങ്ങൾ കാര്യങ്ങൾ തലതിരിഞ്ഞു നോക്കരുത്. ചില കാര്യങ്ങൾ നേരിട്ട് നിന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആ സെഷനിൽ ഒരുപാട് വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്പീക്കർ സാർ പറഞ്ഞിരുന്നു, ഭഗവാൻ, അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുക, ഒന്നും ശരിയല്ല എന്ന്. നീ ഒന്ന് ശരിയാക്ക്. ലാഫ്റ്റർ ഇസ് ദി ബെസ്റ്റ് മെഡിസിൻ. കുറച്ച് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. അത് നിങ്ങളോട് ഞാൻ ഇപ്പൊ പറയാ. അപ്പൊ നിങ്ങളുടെ ടെൻഷനും കുറഞ്ഞു കിട്ടും. ഇലക്ഷൻ കമ്മീഷൻ എന്നാണോ കാട്ടിലെ ഇലക്ഷനെ കുറിച്ച് അവതരിപ്പിച്ചത്, ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണോ കാടിന്റെ ഇലക്ഷനെ കുറിച്ച് അവതരിപ്പിച്ചത്, അടുത്ത സെക്കൻഡ് തന്നെ എല്ലാ മൃഗങ്ങളും പ്രചരണം തുടങ്ങി. സിംഹം ആടിന്റെ വീട്ടിലേക്ക് ചെന്ന് എന്നിട്ട് പറയൂ, പെങ്ങളെ നമസ്കാരം. സിംഹം ചോദിച്ചു, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ആട് പറഞ്ഞു, ആ കുഴപ്പമില്ല, പക്ഷെ വലിയൊരു സംശയമുണ്ടെന്ന്. കാരണം സിംഹം തന്നെ ഇവിടെ കൈകൂപ്പി നിൽക്കല്ലേ. അപ്പൊ സിംഹം പറയാ, പെങ്ങളെ എന്നെ വിഷമിപ്പിക്കരുത്. ഇനി ഈ കാട്ടിൽ നമ്മളെല്ലാരും സന്തോഷത്തോടെ ജീവിക്കും. ഈ സിംഹം മംഗൾ ആരും ഒന്നും ചെയ്യില്ലെന്ന് എല്ലാരോടും പറഞ്ഞേക്ക്. ഇനി നിങ്ങളുടെ കുടുംബമായിട്ട് നിങ്ങൾക്ക് ഈ കാട്ടിൽ തന്നെ സന്തോഷമായിട്ട് ജീവിക്കാം. പക്ഷേ വരുന്ന ഈ ഇലക്ഷന് നിങ്ങൾ എല്ലാവരും എനിക്ക് തന്നെ വോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ അടുത്തത് നോക്കൂ. ഇപ്പൊ അടുത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാ, ജംബൽ കാട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങൾ അതിൽ കാണാൻ പറ്റും. പൂച്ചകളൊക്കെ അവിടെയുള്ള എലികൾക്ക് കമ്പിളി കൊടുത്തു. കാടിലെ കുറച്ചു ഭാഗം നിനക്കാണെന്ന് നരിയോടും പറഞ്ഞു. കേട്ടല്ലോ, പകുതി കാട് നിനക്കാണെന്ന് കുള്ള നരിയോട് പറഞ്ഞു. രാവിലെ ഇരുട്ടായിരിക്കുന്നു വവ്വാലോടും പറഞ്ഞു. എലി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലാന്ന് എലികൾക്കും വാക്കു കൊടുത്തു. കാരണം എലിയുടെ പ്രശ്നം പരുന്ത് വന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ടു പോവല്ലോ. ഇനി പരുന്തിന്റെ ശല്യം ഉണ്ടാവില്ലാന്ന് എലികളോട് സത്യം ചെയ്തു. ഒരുപാട് എലികൾ തരാന്ന് പരുന്തിനോട് സത്യം ചെയ്തു. പ്രചാരണമൊക്കെ കഴിഞ്ഞ് സിംഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. പെൺസിംഹത്തിന് ഒരുപാട് സന്തോഷമായി, കാരണം ആൺസിംഹം വീട്ടിലേക്ക് വന്നല്ലോ. പെൺസിംഹം സ്വാഗതം ചെയ്യാം, മൈ ഡാർലിംഗ്, മൈ ഹസ്ബൻഡ് എന്നൊക്കെ. എന്നിട്ട് ആൺസിംഹത്തോട് പറഞ്ഞു, എനിക്ക് ഈ കാടൊക്കെ ഒന്ന് ചുറ്റി കാണണം, പിന്നെ ഒരു മുയലിനെ കഴിക്കണം എന്ന്. സിംഹം പറഞ്ഞ, മൈ ഡിയർ ഡാർലിംഗ്, ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്, നീ ഒന്നല്ല 100 മുയലിനെ വേണമെങ്കിൽ കഴിച്ചോ, പക്ഷെ ഈ ഇലക്ഷൻ ഒന്ന് തീർന്നോട്ടെ എന്ന്, പ്ലീസ് എന്നൊക്കെ. ഞാനിവിടെ മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ആദ്യം പബ്ലിക്കിന് വാക്ക് കൊടുക്കുന്നു, പിന്നെ അടുത്ത 5 വർഷം അവരൊരു മുയലിനെ പോലെയാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത ഇലക്ഷൻ വരുന്നത് വരെ പബ്ലിക്കിന് നല്ല ന്യൂസൻസ് ആയിരിക്കും. ഈ ടാക്സ് ഇട്, ആ ടാക്സ് ഇട്, ഇതൊക്കെ എന്തിനാ പബ്ലിക്കിന്റെ മേലെ ഇടുന്നേ? ഈ സ്ഥലത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, രാഷ്ട്രീയക്കാർക്ക് കറണ്ട് ഫ്രീ ആണെങ്കിൽ, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ടോൾ ഗേറ്റ് ഫ്രീ ആണെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് ജനങ്ങൾക്ക് ആയിക്കൂടാ? പബ്ലിക്കല്ലേ നിങ്ങളെ സെലക്ട് ചെയ്തത്. ഇതൊക്കെ പബ്ലിക്കിന്റെ സ്വത്തല്ലേ? ഇതാണ് നിങ്ങളുടെ മേലുള്ള കുറ്റാരോപണം. നിങ്ങൾ ആര് പറയുന്നതും കേൾക്കുന്നില്ല. ആണ് ഞങ്ങളുടെ പാർട്ടിയുടെ തന്നെ നേതാവ്. അദ്ദേഹം ഡൽഹിയിൽ തുടങ്ങിയത്, അതായത് ലേഡീസിനൊക്കെ ബസ്സിൽ ഫ്രീ ആണെന്ന്, ട്രീറ്റ്മെന്റ് ഫ്രീ, എഡ്യൂക്കേഷൻ ഫ്രീ. പക്ഷെ ഇവരെ കണ്ടോ? അതായത് ഓപ്പോസിഷൻ പാർട്ടി അവര് പറയാണ്, ദേ ഈ കെജ്രിവാൾ ഉണ്ടല്ലോ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുവാണെന്ന്, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാണെന്ന്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? 300 യൂണിറ്റ് കറണ്ട്, ഇത് കൂടാതെ കുറച്ച് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ്, പിന്നെ ബസ് യാത്ര, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? എന്താ ഇതൊക്കെ ഫ്രീ ആയിട്ട് തന്നെയല്ലേ തരുന്നത്? പിന്നെ ഓരോ വീട്ടിലും 15 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതൊക്കെ എന്താണാവോ എന്തോ. അത് വേണ്ട, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണ്ട. ഞാനൊന്നും ഒരു മടിയില്ലാതെ പാർലമെന്റിൽ ഓപ്പൺ ആയിട്ട് ഇതൊക്കെ ചോദിക്കും. ഇനി പറയൂ, മോഡി സാറേ, എപ്പോഴാ നമുക്ക് നല്ല കാലം ഉണ്ടാവുന്നതെന്ന്? ശരി, ഇവിടെ ചിലർ ചോദ്യം ചോദിക്കാൻ വേണ്ടി കാത്തിരിപ്പുണ്ട്. സാർ, ഞാൻ നിങ്ങളോടൊരു ഇന്റർവ്യൂ കണ്ടിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഫോറിനിൽ പോയിക്കൊണ്ടിരിക്കുക. അതിൽ ഫോറിൻ എയർലൈൻ
അതിലിരിക്കുന്നവരും ഫോറിനേഴ്സ്. അതിലെ എയർ ഹോസ്റ്റസിനോട് നിങ്ങളുടെ ലാംഗ്വേജ് വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു. അതെന്താണ് സാർ സംഭവം, ഒന്ന് പറയാമോ? ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ നന്നായിരിക്കും. സെൽഫ് കോൺഫിഡൻസ് അതെന്താന്ന് വെച്ചാ, ഞാൻ ഒരു വിദേശത്തേക്ക് പോവാണ്. ന്യൂയോർക്ക് ഫ്ലൈറ്റ്, എയർ ഫ്രാൻസ് ഫ്ലൈറ്റ്. ഇവിടുന്ന് പാരീസിൽ നിന്ന് ന്യൂയോർക്ക്. പാരീസിൽ നിന്ന് ന്യൂയോർക്ക് പോകുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരു ഫോറിനർ ആയിരുന്നു. ഈ ഭാഗത്ത് നൈജീരിയൻസ് ആയിരുന്നു. നടുക്കായിരുന്നു ഞാൻ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് 9 hours ഫ്ലൈറ്റിലായിരിക്കും. മാൻസാർ 9 മണിക്കൂർ നീ സംസാരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ എന്തായാലും വട്ടാവും. 9 മണിക്കൂർ നമ്മൾ എന്ത് സംസാരിക്കാനാ? ശരി, എന്തെങ്കിലും ചെയ്യാം. എൻ്റെ കൂടെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നില്ലേ എൻ്റെ കോ ആർട്ടിസ്റ്റ്, അവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവായിരുന്നു. എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പോവാ. നിങ്ങൾക്കും എനിക്ക് ഒരു ബന്ധമില്ല, നിങ്ങൾ കണ്ണടച്ച് കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ ഫ്ലൈറ്റിലെ ബെല്ല് പ്രസ് ചെയ്തു. അപ്പോൾ എയറോസ്റ്റസ് ഒന്ന് മേ ഹെൽപ്പ് യു സാർ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ സ്റ്റൈലിൽ എൻ്റെ ഒരു ഓൺ ലാംഗ്വേജ് ഉണ്ടാക്കി കോൺഫിഡൻ്റ് ആയിട്ട് അടിച്ചു വിട്ടു. ഞാൻ ചോദിച്ചു, ഹലേ ഇസ്കലല്ല ഹംകെ ഗുംകെ എസ്കലല്ല, ഹലി ഇസ്തലാലോ, ഹലി ഇസ്തല ഹംകെ ഹൽക്കെ ഹുംകെ ഇസ്കലല്ല. അപ്പോഴത്തേക്ക് എയറോസ്റ്റസ് പാടൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഹെസ്തലല്ല ഹൊസ്ത വസ്തുബില്ല ബൂസ്ത ഇസ്തലല്ലേ ഊവേ ബേബി ഇസ്തലല്ലേ ഊസ്തേ. എയറോസ്റ്റസ്, സോറി സർ, ഐ കാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ് എന്നൊക്കെ. ഞാൻ എൻ്റെ ബോഡി ലാംഗ്വേജ് ദേഷ്യം കാണിച്ചു. ഇൻബ്രിസ്റ്റുള്ള ലാംഗ്വേജ് എയർ ഫ്രാൻസേ ഇപ്പൊ രജിത് സർ, പുള്ളിക്കാരിക്ക് മനസ്സിലായി എയർലൈൻസിനെ കുറിച്ച് നല്ല തെറി പറയാണെന്ന്. ഞാനിടയ്ക്ക് ലുഫ്താൻസ എന്ന് പറഞ്ഞു പോയല്ലോ. അവൾ ഇറങ്ങി വെയിറ്റ്, എന്നിട്ട് ചെന്ന് പ്ലെയിൻ്റെ ക്യാപ്റ്റനെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ക്യാപ്റ്റന് വന്നു, ഓ യെസ് പ്ലീസ്, എന്നെ എന്നിട്ട് പ്ലീസ് കം വിത്ത് മീ. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. എന്നിട്ട് എൻ്റെ വായിൻ്റെ അടുത്ത് മൈക്ക് വെച്ചിട്ട് എന്നെ ഫ്രണ്ടിൽ നിർത്തി. എന്നിട്ട് പറയാം, സ്പീക്ക്. ഞാനവിടെ അഗർ ബിസ്താലാമ്പേ ബുർക്ക ബിസ്ക ബിസ്താലല്ല ഇംഗൾ ബിസ്കലോ ബളബസ്തി. പിന്നെന്താ, എൻ്റെ ആ ലാംഗ്വേജ് ഫ്ലൈറ്റ് ഫുള്ള് ഫേമസ് ആയി. ഇപ്പൊ അവൻ അത് ഇംഗ്ലീഷിൽ പറയാനും തുടങ്ങി. ഈ ലാംഗ്വേജ് ആർക്കെങ്കിലും ഇറങ്ങി ദൈവത്തെ ഓർത്ത് മുന്നോട്ടേക്ക് വരണം എന്ന്. ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിലല്ലേ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതൊക്കെ പെട്ട് തിരിച്ച് എന്നോട് തന്നെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ? ഞാനതിൽ ആ ഒറ്റ വേർഡ് മാത്രമേ കാച്ചുള്ളൂ, പ്ലിയോസ്തി. ഹെൻഡിൽ ഞാൻ അത് ഇട്ടോണ്ട് അവൻ എന്തോ വിചാരിച്ചു ഞാൻ എന്തിനോ വാശി പിടിക്കുകയാണെന്ന്. എന്നോട് ചോദിച്ചു, വേർ ഈസ് യുവർ ലഗേജസ്? ഞാൻ പറഞ്ഞു, കിസ്തേ കിസ്തേ. എന്നെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. ഓ, എനിക്ക് ഫസ്റ്റ് ക്ലാസ് എന്തൊരു സൗകര്യം അറിയോ. ആഹാ, പിന്നെ എനിക്ക് സേവകൾ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെന്താ, ഞാൻ എന്ത് ചോദിച്ചാലും 2 മിനിറ്റ് കൊണ്ട് എന്റെ സീറ്റിൽ തന്നെ എത്തും. പുറകിൽ നിന്ന് ഒരു എയറോസ്റ്റസ് വന്നിരുന്നു. എന്നിട്ട് എൻ്റെ കയ്യിലൊരു കവർ തന്നു. യുവർ കോ പാസഞ്ചർ സെൻഡ് ഇറ്റ് ഫോർ യു. അതിൽ പഞ്ചാബിയിൽ എഴുതിയിരുന്നു, എടാ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ എത്തിക്കുമെന്ന്. ഞാനാരാ മോൻ? അതേ പേപ്പറിൽ പുറകിൽ ഞാൻ എഴുതി, വെരി സോറി, ഇതെന്റെ ഹാർഡ് വർക്ക് കാരണം കിട്ടിയ സീറ്റാണെന്ന്. അതിനുശേഷം എന്നെ ക്രോസ് ചെയ്ത് പോകുന്ന ഓരോ എയർ ഹോസ്റ്റസും ചോദിക്കും, ആർ യു ഓക്കെ സർ? അപ്പൊ ഞാൻ പറയും, ഹേബിലി ഓസ്തി ഹേബിലി ഓസ്തി എന്ന്. ഇതായിരുന്നു സംഭവം. ഒരു മനുഷ്യന് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവൻ എത്രത്തോളം പോകുമെന്ന് താങ്കൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്.